ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു പോസ്റ്റർ ഡിസൈനിങ് ആണ്. പോസ്റ്റർ ഡിസൈനിങ് ബ്രേക്ക് ഡൗൺ ആണ്. ബ്രേക്ക് ഡൗൺ എന്താണെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, കണ്ടിട്ട് വാ, വേറെ ഒന്നുമില്ല. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലെയർ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ലെയർ ബൈ ലെയർ അതിനെന്താണ് ചെയ്തതെന്ന് കാണിച്ചിരുന്ന വീഡിയോ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇമേജ്, അതായത് വിജയുടെ ഇമേജ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിൻട്രസ്റ്റിൽ നിന്നാണ് പിക്ചർ എടുത്തിട്ടുള്ളത്. ഇമേജിനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്തത് പെൻ ടൂളാണ്. അപ്പോൾ പെൻ ടൂൾ ഉപയോഗിച്ച് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അതെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെ മുകളിൽ കൂടി ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഞാനൊരു സോളിഡ് കളർ, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് പറയുമ്പോൾ ഇവിടെ ലെയറിൽ അല്ലെങ്കിൽ താഴോട്ട് വരുമ്പോൾ നമുക്ക് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർസ്, അതായത് സോളിഡ് കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സോളിഡ് കളർ, റെഡ് കളറാണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു പാറ്റേൺ, ഇതും പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തതാണ്, ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പാറ്റേൺ വെറുതെ കൊണ്ടുവച്ചതല്ല, പാറ്റേൺ കൊടുത്തതിന് ശേഷം നോർമലി നമ്മൾ കൊണ്ടുവരുമ്പോൾ പാറ്റേൺ എന്നുള്ളത് ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഒപ്പാസിറ്റി എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്നത് ഈ പാറ്റേൺ. ഇങ്ങനെയല്ല, കറക്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഒറിജിനൽ പാറ്റേൺ എന്നുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നേരത്തെ ആ ഒരു രീതിയിലോട്ട് മാറ്റിയത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ചെയ്ത കാര്യം ലെയറിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്തു. അതിന് ബ്ലെൻഡ് ഓപ്ഷൻ, ലെയർ സ്റ്റൈലൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. ലെയർ സ്റ്റൈലിൽ ഏറ്റവും താഴെ വരുമ്പോൾ ഈ അണ്ടർലൈൻ ലെയറാണ്. അതിനെ ഓൾട്ട് കീ പ്രസ് ചെയ്ത് ജസ്റ്റ് ലെഫ്റ്റ് സൈഡുള്ള ആ ഒരു പോയിന്റ് ഇങ്ങനെ നീക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആ ഒരു പിക്ചർ ബ്ലെൻഡ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ കൊടുക്കുക. ശേഷം നോർമൽ എന്നുള്ള ബ്ലെൻഡ് മോഡ് ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ നോർമൽ എന്നായിരിക്കും ബ്ലെൻഡ് മോഡ് ഉള്ളത്. അത് മാറ്റിയിട്ട് ഓവർലേയോ സോഫ്റ്റ് ലൈറ്റോ അതിന് യോജിക്കുന്ന ഒരു സാധനം കൊടുക്കാം. ഞാനിവിടെ സോഫ്റ്റ് ലൈറ്റ് ആണ് നേരത്തെ കൊടുക്കുന്നത്, അത് കൊടുത്തു. അതും കഴിഞ്ഞ് ഒപ്പാസിറ്റി വന്ന ഒരു 50% ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ ഞാൻ അവിടെ കൊണ്ടുവച്ചത്. ഓക്കെ അല്ലേ? ശേഷം മാൻ വിത്ത് ദ പ്ലാൻ എന്നുള്ള ആ ഒരു ടൈറ്റിൽ, ടെക്സ്റ്റ്, അതാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്ത ഈ ഒരു ഫോണ്ട് എന്ന് പറയുന്നത് ഫിൽമോർ എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്. ഫിൽമോർ ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല, ഞാൻ മറന്നുപോയി. എവിടെയോ ഞാൻ എന്തോ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ലൈക്ക് ഒരു ഫോണ്ടിന്റെ ബാക്ക് എന്തോ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ വന്നതാണ്. പക്ഷെ അത് ഇപ്പം തപ്പിയിട്ട് കിട്ടണമില്ല സത്യം പറഞ്ഞാൽ. ഇതെനിക്ക് ഇപ്പം ഞാൻ ഡാഫോണ്ടിൽ നിന്നാണെന്ന് തോന്നുന്നു, അതോ ഡാഫോണ്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണെന്ന് തോന്നുന്നു, പക്ഷെ ഓർമ്മയില്ല. നല്ലൊരു ഫോണ്ടായിരുന്നു. ഇപ്പം ഡാഫോണ്ടിൽ നോക്കിയിട്ട് ഇതേപോലത്തെ ഒരു സാധനം കിട്ടണില്ല. പക്ഷെ ആ ഒരു ഫോണ്ടാണ്, ഫിൽമോർ എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്. ഫിൽമോർ റെഗുലർ ആണ് ഈ ഒരു ഫോണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇമേജിന്റെ ഒരു ഫ്രെയിമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഫോണ്ടിന്റെ ഫ്രെയിമാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫോണ്ടിനുള്ളിൽ അല്ലെങ്കിൽ ഫോണ്ടിൽ ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ലെയർ സെപ്പറേറ്റ് അതിന്റെ മുകളിലായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഫോണ്ടിന്റെ മുകളിലായിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യും. ആ ലെയറിനെ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുകയും ചെയ്തു. ക്ലിപ്പിംഗ് മാസ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു ലെയറിനെ മറ്റൊരു ലെയറിന്റെ ഉള്ളിലാക്കുന്നതിനാണ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തിട്ട് ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ആ ഒരു ലെയറിൽ ഈ ഒരു കളർ കാണുന്ന ഒരു റെഡ് കളർ കൊടുത്തു. അപ്പോൾ റെഡ് കളർ കൊടുത്തപ്പോൾ ഇടയിൽ ആ ഒരു വൈറ്റ് കളർ വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ റെഡ് കളർ കൊടുത്ത് കാണിച്ചാൽ നോർമലാണ് ബ്ലെൻഡ് മോഡ് ആക്കിയിരുന്നത്. കളറിന്റെ ആ ലെയറിന്റെ അല്ലെങ്കിൽ കളർ കൊടുത്ത ലെയറിന്റെ ബ്ലെൻഡ് മോഡ് നോർമലായിരുന്നു. ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കളർ വന്നത് മീൻസ് ആ ഒരു വൈറ്റ് കളറൊക്കെ കയറി വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡ് മോഡ് തന്നെയാണ്. എല്ലാം ബ്ലെൻഡ് മോഡിന്റെ പരിപാടിയാണ്. അതിൽ കളർ ഡോഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലെൻഡ് മോഡ് ആക്കിയതിന് ശേഷമാണ് ഈ ഒരു എഫക്റ്റ് കിട്ടിയത്. ഓക്കെ, അത്രയും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് കാണൂ പ്ലീസ്. ശേഷം തൊട്ട് മുകളിലുള്ള ലെയർ നമ്മുടെ സബ്ജക്റ്റിന്റെ ഒരു ഷാഡോ അതിനകത്ത് ഞാൻ ആഡ് ചെയ്യും. സബ്ജക്റ്റിന്റെ ഷാഡോ എങ്ങനെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അതിന് യൂസ് ചെയ്തത് സബ്ജക്റ്റിന്റെ തന്നെ ഒരു കോപ്പിയാണ്. Ctrl+J പ്രസ് ചെയ്ത് നമ്മുടെ വിജയുടെ ഒരു കോപ്പി ചെയ്തു. വിജയ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എൻ്റെ ഒരു കോപ്പി എടുത്തു. ശേഷം ആ ലെയറിനെ ഞാൻ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തിരിക്കുന്നത് മാൻ വിത്ത് ദ പ്ലാൻ എന്ന് എഴുതിയിരിക്കുന്ന ലെയറിനുള്ളിലാണ്. ഓക്കെ, മാൻ വിത്ത് ദ പ്ലാൻ എന്ന് എഴുതിയിരിക്കുന്നത് ഈ ലെയറിനുള്ളിലാണ് ആ ഒരു ഷാഡോ ഞാൻ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്, എന്നിട്ട് ജസ്റ്റ് അതിനൊന്ന് മുകളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതായത് ലെയർ ചിലപ്പോൾ ഇങ്ങനെ അടിയിലായിരിക്കും കിടക്കുന്നത്, അതിനെ ഒന്ന് ഈ
മുകളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഞാൻ ചെയ്തത് ഓപ്ഷൻസ് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ചെയ്തത് കളർ ഓവർലേ. ഓക്കെ, അതും ലെയർ സ്റ്റൈലിനകത്തുള്ള കളർ ഓവർലേ. എന്ത് കളർ കൊടുത്തു? ബ്ലാക്ക് കളർ കൊടുത്തു. ദെൻ സ്മാർട്ട് ഫിൽറ്റർ ആയിട്ടുള്ള ഗോഷൻ. അപ്പൊ ഈ സ്മാർട്ട് ഫിൽറ്റർ എവിടെ നിന്ന് കിട്ടി? ഫിൽറ്റർ ബ്ലർ ഗോഷൻ. നമ്മള് കഴിഞ്ഞ വീഡിയോയില് ആ ഒരു ബ്ലർ ഗാലറിക്കകത്തുള്ള പാത്ത് ബ്ലർ വിളിച്ചായിരുന്നു. ഇവിടെ ഗോഷൻ ബ്ലറാണ് നമ്മൾ കൊടുത്തത്. ആ ഗോഷൻ ബ്ലർ കണ്ടോ, 24 ആണ് അതിന്റെ റേഡിയസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഗോഷൻ ബ്ലറിന്റെ റേഡിയസ് ഞാൻ അപ്പോൾ ഇത് കൂട്ടുന്നതിനനുസരിച്ച് ബ്ലർ ഇങ്ങനെ സ്പ്രെഡ് മീൻസ് ആ ഒരു ഇമേജ് സ്പ്രെഡ് ആവും. കാരണം ബ്ലർ കൂടുന്നതാണ്. കുറയ്ക്കുന്നതിനനുസരിച്ച് ആ എഡ്ജൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ കൊടുത്തത് 24 എന്നുള്ളതാണ്. 24 ഈ ഒരു ബ്ലറാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, പിന്നെ ഞാൻ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ശരിക്കും റോ ഫിൽറ്റർ ഇതിലല്ല ചെയ്തത്. അത് മുകളിലുള്ള ലെയറിൽ ചെയ്തതാണ്. അത് ഇതിൽ കൂടെ വന്നതേ ഉള്ളൂ. അത് ഇതിൽ ബാധിക്കുന്ന ഒരു കേസല്ല. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വേറൊരു കാര്യം മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ്. സ്മാർട്ട് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നമുക്ക് ഇവിടെ അറിയാൻ പറ്റുന്നത്. അത് ആദ്യമേ ഞാൻ ഫസ്റ്റ് ഇതിലേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് എന്താണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുക. സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ എഫക്റ്റും അതിനകത്ത് അറിയാൻ പറ്റും. എപ്പോൾ വേണോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അടുത്ത് വരുന്നതാണ് ഞാൻ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ പെൻ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത വിജയുടെ ഇമേജ്. അപ്പോൾ വിജയുടെ ഇമേജിൽ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. അതും ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇവിടെ അറിയാനും പറ്റുന്നുണ്ട്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഹ്യൂ സാച്ചുറേഷൻ. ഹ്യൂ സാച്ചുറേഷൻ എന്താണ്? സാച്ചുറേഷൻ മീൻസ് ഒരു കളർ ഇന്റൻസിറ്റി. കോൺട്രാസ്റ്റിലെ ഇന്റൻസിറ്റി ആണ്. സാച്ചുറേഷൻ കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുമ്പോഴാണ് അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ആവും. അതേ ടൈമിൽ സാച്ചുറേഷൻ ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ കണ്ടല്ലോ, ഇതാണ് വിഷയം. ഞാനവിടെ ചെയ്ത് സാച്ചുറേഷൻ കുറയ്ക്കുകയാണ്. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്കിലാണ് ഒരു കളർ കൊടുക്കുമ്പോൾ നമുക്ക് മീൻസ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, ക്യാമറ റോ ഫിൽറ്റർ ഇവിടെ കാണുന്നുണ്ട്, മറ്റൊരു ഫിൽറ്റർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അത് എടുക്കുന്നതും ഫിൽറ്ററിൽ തന്നെയാണ്. ഫിൽറ്ററിൽ ക്യാമറ റോ ഫിൽറ്റർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ ചെയ്ത അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ക്ലാരിറ്റിയാണ്. ഞാൻ മെയിൻ ആയിട്ട് അവിടെ നോക്കിയത് ക്ലാരിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. ക്ലാരിറ്റിയും കൂട്ടി താഴോട്ട് വരുമ്പോൾ നോയ്സ് റിഡക്ഷൻ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിക്ചറിന്റെ ഒരു ക്വാളിറ്റി കൂട്ടുകയാണ് അവിടെ ചെയ്തത്. ഷാർപ്പനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാക്കിയുള്ള വൈബ്രൻസിനോ അല്ലെങ്കിൽ ഹൈലൈറ്റും കോൺട്രാസ്റ്റും ഒക്കെ ഓക്കെ. അല്ല, വൈബ്രൻസിനൊന്നും ഒരു കാര്യമില്ല. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വൈബ്രൻസിലൊന്നും കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഷാഡോസ്, ബ്ലാക്സ് ഇതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് റോ ഫിൽറ്റർ എടുത്തത് ഫിൽറ്റർ ക്യാമറ റോ ഫിൽറ്റർ ഇവിടെയാണ് അത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്മാർട്ട് ഫിൽറ്റർ ഞാൻ വിജയുടെ മെയിൻ നമ്മുടെ പിക്ചറിൽ കൊടുത്തിട്ടുള്ള ഇതൊക്കെയാണ്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തുകൊണ്ട് റെഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജയുടെ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിച്ചാന്നറിയില്ല, ആ ഒരു ഡ്രസ്സിന്റെ കളർ ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഷർട്ട് ചെക്ക് ഷർട്ടിൽ ഒരു റെഡ് പോലത്തെ ഒരു കളർ വരുന്നുണ്ട്. അതാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്തത്. ഓക്കെ, അടുത്ത ഈ ഒരു ഇമേജിൽ തന്നെ ഞാനൊരു 2 ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു കളറാണ്, ഈ ഒരു ഷെയ്ഡ്. അതായത് ഇവിടെ നിന്നൊരു ലൈറ്റ് വരുന്നത് കൊണ്ട് മീൻസ് ഒരു ഈ ടെക്സ്റ്റിന് ഒരു കളർ വരുന്നതുകൊണ്ട് ആ ഒരു കളർ ഡ്രസ്സിലൂടെ കൊടുക്കാന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തത്. അവിടെയും ഞാൻ ബ്രഷ് ടൂൾ യൂസ് ചെയ്തു. പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു, ലെയറിനെ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തു, ബ്രഷ് ടൂൾ യൂസ് ചെയ്തു, കളറും കൊടുത്തു. എന്നിട്ട് ചുമ്മാ കൊടുത്തിട്ടങ്ങ് പോയല്ല, ബ്ലെൻഡ് മോഡ് നോർമൽ എന്നുള്ളത് മാറ്റി, നോർമൽ ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉള്ളത്, അത് മാറ്റിയിട്ട് ഓവർലേ എന്ന് പറയുന്ന ഒരു ബ്ലെൻഡ് മോഡാണ് കൊടുത്തത്. സോ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും. ശേഷം അതിന്റെ മുകളിൽ വേറൊരു സോളിഡ് കളറിന്റെ ലെയർ കാണാം. ആ ലെയറിന് നമ്മൾ കൊടുക്കുമ്പോഴാണ് ലൈക്ക് പിക്ചറിന് ഇങ്ങനെ ഒരു എന്താണ് കളർ തീം കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു കളർ കിട്ടുന്നത്. മനസ്സിലായില്ലേ? അതായത് അതും ഒരു സോളിഡ് കളറാണ്. അതിനെ ഞാൻ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തിട്ടുണ്ട്. ഏതില്? വിജയുടെ ഇമേജിൽ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തത് വിജയുടെ ഇമേജിലാണ്. സോ അതിന്റെയും ബ്ലെൻഡ് മോഡ് മാറ്റി കൊടുത്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടിയത്. അതായത് നോർമലി ഇത് കാണുന്നത് ഇങ്ങനെ ആയിരിക്കും, ആ ഒരു കളർ എടുക്കുമ്പോൾ ഈ ഒരു പരിപാടി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇങ്ങനെയല്ല. ഞാൻ അതിന് കളർ എന്ന് പറയുന്ന ഒരു ബ്ലെൻഡ് മോഡ് കൊടുത്തപ്പോഴാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയത്. ഓക്കെ അല്ലേ? മനസ്സിലായി? എന്നെ വിശ്വസിക്കുന്നു. പിന്നെ വരുന്നത് ലെയർ 3. ഇതെന്താണ്? ഓക്കെ, ഷാഡോസ് മീൻസ് അവൻ ചവിട്ടിയിരിക്കുന്ന ലൈക്ക് ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടാ, ഈ ഒരു ഏരിയയിലാണ് ഷാഡോസ് വന്നിട്ടുള്ളത്. ഞാൻ അതും ചെയ്തത് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. എല്ലാത്തിനും ലെയർ ക്രിയേറ്റ് ചെയ്യണം. ലൈക്ക് ഒരു
കളറാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലെയർ ക്രിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് കളർ കൊടുക്കാം. സോ നമുക്ക് എപ്പോഴും അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം, മനസ്സിലാക്കും, അങ്ങനെ ചെയ്യും. ഓക്കെ, ഇതിവിടെ നോക്കി. അപ്പോൾ ഇത് ഞാൻ ബ്രഷ് ടൂൾ യൂസ് ചെയ്താണ് കളർ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ്, ബ്രഷ് എടുത്തു, ബ്രഷിൻ്റെ ഓപ്ഷൻസിൽ പോയിട്ട് നമുക്ക് ഈ ഒരു ആംഗിളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ബ്രഷും അതിനനുസരിച്ചാണ്. അപ്പോൾ ബ്രഷിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബ്രഷിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ച്, ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ഇത് കളർ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു കളറൊക്കെ സെലക്ട് ചെയ്ത് ഇതിങ്ങനെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ അതിൻ്റെ ഒപ്പാസിറ്റി 50 മാറ്റി. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നീട് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ്, അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് ചെയ്തൊരു കാര്യം, ഇതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കി. എങ്ങനെയാണ് എല്ലാം കൂടെ മീൻസ് ഇതുവരെ ഈ ലെയർ 3 മുതൽ നമ്മുടെ സോളിഡ് കളർ മെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ അത് ഉൾപ്പെടെ Ctrl+G കൊടുത്തൊരു ഗ്രൂപ്പ് ആക്കി. ആ ഗ്രൂപ്പിന്റെ ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. Ctrl+J എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അപ്പോൾ എന്തിനാണ് ഞാൻ ആ ഗ്രൂപ്പ് ആക്കി അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രൂപ്പ് എന്നുള്ളത് ഒരു ബാക്കപ്പ് ആണ്. നമുക്ക് എപ്പോൾ വേണോ എന്ത് കറക്ഷൻ വേണോ ചെയ്യാൻ പറ്റും. മുകളിലുള്ള ഈ ലെയർ ഇതിനെ ഞാൻ മെർജ് ചെയ്യാൻ പോയാണ്. അപ്പോൾ മെർജ് ചെയ്യുമ്പോൾ അത് ഒറ്റ ലെയർ അല്ലെങ്കിൽ മീൻസ് ആ ഒരു ഗ്രൂപ്പ് ഒറ്റ ഇമേജ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ ഒറ്റ ലെയർ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടിയെല്ലാം ഈ ലെയറിൽ ചെയ്യാം, കറക്ഷൻസ് എല്ലാം ഗ്രൂപ്പിലും ചെയ്യാം. അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ചുമ്മാ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് കാണിച്ചത്. ഞാൻ ഓൾറെഡി ഇവിടെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പിനെ മെർജ് ചെയ്ത ലെയർ താഴെപ്പുണ്ട്. ബാക്കി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്ത ലെയറാണ് ഈ മുകളിലുള്ളത്. അതിനെ ഞാനൊന്ന് അൺഹൈഡ് ചെയ്ത് കാണിച്ചത്. ഈ ഒരു സാധനമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഇതിനെ ഞാനൊരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി. ദെൻ റോ ഫിൽട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കാണിച്ചത്. ഈ റോ ഫിൽട്ടറിൽ ഞാൻ കോൺട്രാസ്റ്റ് ഒരു 30 പോയിട്ടുണ്ട്. ഹൈലൈറ്റ്സ് 11, ഷാഡോസ് 17, വൈറ്റ്സ്, ബ്ലാക്സ് ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വൈബ്രൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാരിറ്റി കൂട്ടി. ടെക്സ്ചർ അല്പം കൂട്ടി. പിന്നെ ആ ഒരു ഈസ്തെറ്റിക് ലുക്ക് കിട്ടാനായിട്ട് കുറച്ച് ഗ്രെയിൻസും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 25 ഗ്രെയിൻസും കൂടെ വേണമെങ്കിൽ നമുക്ക് നോയ്സ് ഇടായിരുന്നു. പക്ഷെ എനിക്ക് നോയ്സ് ഇടുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഗ്രെയിൻസ് ആഡ് ചെയ്യുന്നതാണ്. ഈ റോ ഫിൽറ്ററിനകത്തുള്ള ഗ്രെയിൻസ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു സെറ്റിൽ ആയിട്ടുള്ള ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ഐറ്റം കിട്ടും. അതുകൊണ്ടാണ് ഗ്രെയിൻസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ താഴോട്ട് വരുമ്പോൾ ഷാർപ്പനിങ്ങും നോയ്സ് റിഡക്ഷനും ഒക്കെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ദെൻ നമ്മൾ റോ ഫിൽറ്റർ ആഡ് ചെയ്യും മുമ്പുള്ളത്, ആഫ്റ്റർ ദ റോ ഫിൽറ്റർ, അതാണ് കാര്യം. ഓക്കെ അല്ലേ? ക്യാൻസൽ ചെയ്യാം. യെസ്, എനിക്കൊന്നും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ വാട്ടർമാർക്ക് ആഡ് ചെയ്തു. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അണ്ണനോട്ടെ പോസ്റ്റർ ഡിസൈൻ. സിമ്പിൾ അല്ലേ? കംപ്ലീറ്റഡ് കഥ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.